കുട്ടികളെ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ചിക്കൻ പാർട്സ്, വട്ടും കരൾ എന്നൊക്കെ പറയും. അതായത് ഈ ലിവർ അധികം കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ലിവർ കുറച്ചും ഈ വട്ടെന്ന് പറഞ്ഞ സാധനം കൂടുതലുമാണ്. പിന്നെ ഇതിൻ്റെ ചിക്കൻ്റെ ഹാർട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് പൈപ്പൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള ബ്ലഡിൻ്റെ ഇതൊക്കെ കളയണം. ഞാൻ കത്രിക കൊണ്ടാണ് ഇതൊക്കെ കട്ട് ചെയ്യണത്. ചെറിയ കഷ്ണാക്കിയിടുന്നത് നല്ലതാണ്. ലിവർ ഒരു സൈസിലും നമ്മുടെ വട്ടെന്ന് പറഞ്ഞ ഈ സാധനത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലും പറയണം കേട്ടോ. ഈ ചിക്കൻ്റെ ഈ കട്ട് ചെയ്യുന്ന സാധനത്തിന് വട്ടെന്നൊക്കെയാണ് ഈ വൈപ്പിൻ പള്ളിപ്പുറം ഭാഗത്തൊക്കെ പറയുന്നത്, എറണാകുളത്തൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിടയ്ക്ക് ഞാൻ വെക്കാറുണ്ട് കേട്ടോ, എനിക്കിഷ്ടമാണ്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്ത് നന്നായിട്ട് ഉപ്പിട്ട് കഴുകി കുറച്ച് ചെറുനാരങ്ങ വെള്ളത്തിൽ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഉള്ളിയുള്ളവർ ഉള്ളി കൂടുതലെടുക്കുക. അങ്ങനെ എല്ലാം കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഉള്ളി അങ്ങനെ തന്നെ ഇട്ടാലും മതി. ഒരു സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരുപാടങ്ങ് വഴന്ന് പോവരുത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുരുമുളക് കൂടുതൽ വേണം ഈ സാധനത്തിന്. അതായത് ഈ ഒരു കയ്യിൽ ഈ ഒരു ടേബിൾ സ്പൂണിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരു സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി, ഒരു 2 സ്പൂൺ നിറച്ച് ഗരം മസാലപ്പൊടി, 2 സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് 1 സ്പൂൺ നിറച്ച്, കളറിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ. അപ്പോൾ എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല. അതായത് 4-5 എരിവുള്ള പച്ചമുളകും 1 സ്പൂൺ കുരുമുളക് പൊടിയുടെയും എരിവാണ് കൂടുതൽ നിൽക്കുന്നത്. ചതച്ച മുളകിന് എരിവുണ്ടാവും. പിന്നെ ഈ ഉള്ളിയും ഇതൊക്കെ, ഉള്ളി അങ്ങനെ തന്നെ ഇടുന്നവർ അധികം വഴറ്റുണ്ടാവും. അതായത് ഇങ്ങനെ കറുമുറ് നമുക്ക് കിട്ടണം. ഒരുപാട് മൊരിയിച്ച് കളയരുതെന്ന് അർത്ഥം. നന്നായിട്ട് ഇങ്ങനെ കറുത്ത പോലെ അങ്ങോട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഈ സാധനം അങ്ങോട്ട് ഇടുക. ഇത് നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റാൻ വെക്കണം കേട്ടോ. പിന്നെ ഈ വെള്ളത്തിലിട്ട് വെച്ച പാത്രം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ആ ബൗളുണ്ടല്ലോ, ചില്ലിൻ്റെ ബൗൾ, എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇട്ടേക്കാം. വെള്ളമൊന്നും കോരി ഒഴിക്കരുത്. കുറേ കറിവേപ്പില അങ്ങ് ഇടുക. അടച്ച് വെച്ചിട്ട് ഏകദേശം കുറഞ്ഞ തീയിൽ ഒരു 15 to 20 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഉപ്പ് നോക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കണം. ലാസ്റ്റ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് കുറച്ച് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിൽ കൂടുതൽ അങ്ങനെ ഇട്ടേക്കണം. എന്നിട്ടുണ്ടല്ലോ ഇതങ്ങ് കഴിക്കണം. അടിപൊളിയാണ്. ഇവിടെ പാർട്സായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ചിറകും ചിക്കൻ്റെ കഴുത്തൊക്കെ ഉണ്ടാവും. കരൾ അധികം എടുക്കാറില്ല. ഈ വട്ടെന്ന് പറഞ്ഞ സാധനം അതിന് വേറെ പേരുണ്ട് പറഞ്ഞോട്ടെ. ഈ വട്ടെന്ന് പറയുന്നത് എന്തോ പോലെ വട്ടും കരളും അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്, ചിക്കൻ പാർട്സും കേട്ടോ. അപ്പോൾ ലിവർ ചിലവർക്ക് ഇങ്ങനെ വയറിന് പിടിക്കാത്തതുകൊണ്ട് ഞാൻ ലിവർ അധികം എടുക്കാറില്ല. അപ്പോൾ ഏകദേശം ഇതൊരു 1 കിലോ 1.25 കിലോ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെ അളവാണ്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് തന്നെ ചെയ്യണം. ഇച്ചിരി എരിവൊക്കെ വേണം എന്നർത്ഥം. ടച്ചിങ്സ് ആയിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാനിനി അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാൻ നിൽക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഇത് വെച്ച് നോക്കണം, എന്നിട്ട് പറയണേ.